നിങ്ങൾ കണ്ടില്ലേ, കുട്ടികൾ വളരെ ഹാപ്പിയാണല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ ഹാപ്പിയാണ്. അതെന്തുകൊണ്ടാ? അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ. പിന്നെ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഭ്രാന്തന്മാരാ, അല്ലേ? അവർ ഹാപ്പിയാണ്. നിങ്ങളുണ്ടല്ലോ നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള നാറാണത്ത് ഭ്രാന്തൻ, നമ്മളയാളെ ഭ്രാന്തൻ എന്നൊക്കെ പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അയാളുടെ ഉള്ളിലുള്ളൊരു ഫിലോസഫി എത്ര വലുതാണെന്ന്. കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മുകളിലെത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്നു വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നൊരു മനുഷ്യൻ. അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ നഷ്ടത്തിൽ പോലും ഒന്ന് ചിരിക്കാൻ കഴിയുമോ? കഴിയില്ല. എന്നിട്ട് നമ്മൾ അയാളെ വിളിച്ചത് ഭ്രാന്തനാണ്. നഷ്ടങ്ങളിലും ഒരാൾക്ക് ഇങ്ങനെ പതറാതെ നിൽക്കാൻ കഴിയുക എന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിച്ചു തന്ന പാഠം. ചിരിക്കൊന്നും വേണ്ട, പക്ഷെ പതറാതിരിക്കുന്നതിൻ്റെ പേരാണത്. അപ്പോഴാണ് ഒരാൾക്ക് അവനവൻ്റെ ഈ ദിവസത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുക. ഈ നിമിഷത്തെ ഡൈ എം ടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലൊരു ഗുരുവിൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ്, റിച്ചസ്റ്റ് ലാൻഡ്. അപ്പോൾ കുട്ടികൾ അതിന് കുറേ മറുപടിയൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഗൂഗിൾ തരുന്ന ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗുരു അതൊന്നും അല്ല ഉത്തരം എന്നാണ് പറയുന്നത്. ഉത്തരം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. പിന്നെ ഏതാണ് ശരി ഉത്തരം? അപ്പോൾ ഗുരു അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്, മനുഷ്യന്മാർ മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം അപ്പോൾ ഗുരു പറഞ്ഞു, എഴുതപ്പെടാതെ പോയ എത്രയെത്ര കവിതകളും കഥകളുമാണ് ആ കിടക്കുന്നത്. നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ്, കിനാവുകളാണ്, സ്വപ്നങ്ങളാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളുമാണ് ആ കിടക്കുന്നത്. ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് ആ കിടക്കുന്നത്. പകരാതെ പോയ എത്രയെത്ര ചുംബനങ്ങളാണ് ആ കിടക്കുന്നത്. അതുകൊണ്ട് ശ്മശാനങ്ങളാണ് ഏറ്റവും റിച്ചസ്റ്റായ സ്ഥലങ്ങളെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഗുരു അവർക്ക് പറഞ്ഞു കൊടുത്തു, മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, ഡെക്കറേറ്റ് യുവർ ടുഡേ. അതാണ് നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഭംഗിയാക്കാൻ പറ്റിയത് നമ്മുടെ ഇന്നിനെ മാത്രമാണ്. ഇന്നലകളൊക്കെ കഴിഞ്ഞു പോയെന്ന്. ബ്രസീലിലെ ആമസോൺ കാടുകളിൽ പൂക്കാലം അവസാനിക്കുന്ന സമയത്തൊരു പൂവിടരും. ആ പൂവിന് ആകെ 3 ദിവസത്തെ ആയുസേ ഉള്ളൂ. 3 ദിവസവും അതിന് 3 കളറാണ്. അതുകൊണ്ട് ആ പൂവിന് നാട്ടുകാർ വിളിക്കുന്ന പേര് ദിവസങ്ങളുടെ പൂവ് എന്നാണ്, കാലത്തിൻ്റെ പൂവ് എന്നൊക്കെ പറയും. കാരണം ഈ 3 ദിവസം എന്ന് പറയുന്നത് 3 കാലമാണ്, ഇന്നലെ, ഇന്ന്, നാളെ. ഒന്നാമത്തെ ദിവസം അതിൻ്റെ കളറ് പർപ്പിൾ കളറാണ്, ഇന്നലെയാണ്, ഇന്നലെ. പർപ്പിൾ കളറ് ഒരു തരം മിസ്റ്റീരിയസ് കളറാണെന്ന് പറയുന്നു. അതൊക്കെ നിഗൂഢമാണ്, കഴിഞ്ഞുപോയി. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കണം. കൊണ്ടു നടന്നാലും നമുക്കൊരു ചുവട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡെഡാണ്, ഡെഡ് എസ്റ്റർഡേയ്സ് ആണ്. എന്നാൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ കളർ എന്താണെന്നറിയാം? ലാവെൻഡറാണ്. അത് ഇന്നാണ്. ലാവെൻഡർ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ കളറാണ്, പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ കളറാണ്. അതാണ് ഇന്ന്. നാളെ ആകുമ്പോഴേക്കത് പെയിലായി, 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കത് പെയിലായി. അതുകൊണ്ടാണ് ആ പൂവിന് ആ പേര് കിട്ടിയത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട്. നമുക്ക് പഠിച്ചവൻ എന്താണോ തന്നത് അതുകൊണ്ട്. പഠിച്ചവൻ ആരെയാണോ തന്നത് അവരോടൊപ്പം. പഠിച്ചവൻ എവിടെയാണോ നമ്മൾ എത്തിച്ചത് അവിടെ വെച്ച് ജീവിതത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമതായി ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ചുറ്റുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കൊടുക്കണം. അത് നമുക്ക് എന്താണോ തന്നത്. പാടാനാണോ കഴിയുക? പാടിയിട്ട്. പറയാനാണോ കഴിയുക? പറഞ്ഞിട്ട്. ഒന്ന് ചെന്ന് കാണാനാണോ കഴിയുക? ചെന്ന് കണ്ടിട്ട്. ഇതാണ് ഒരു മനുഷ്യൻ അയാളുടെ ആയുസ്സിനെ ഇങ്ങനെ അർത്ഥവത്താക്കുകയാണത്. റോണ്ടി പോഷ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരനുണ്ട് കേട്ടോ, നിങ്ങൾ വായിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം 42 വയസ്സ് വരെ ആകെ ജീവിച്ചത്. 41-ാമത്തെ വയസ്സിലാണ് കണ്ടെത്തിയത് ശരീരത്തിനകത്ത് 20 ട്യൂമറുകളുണ്ട്. വലിയ ജീവിച്ചിരുന്നെങ്കിൽ വലിയ സംഭാവനകൾ ശാസ്ത്രത്തിന് ചെയ്യുമായിരുന്ന ആളാണ്. ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു കോളേജിലെ ലെക്ചറായിരുന്നു.
അങ്ങനെ അദ്ദേഹത്തിന് ട്യൂമറാണ് എന്നറിഞ്ഞതോടുകൂടി അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്. സാധാരണ അവിടുന്ന് റിട്ടയർഡായി പോകുന്ന ആളുകൾ റിട്ടയർഡായി പോകുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തും. അതാണ് ദ ലാസ്റ്റ് ലെക്ചറർ. ആ പ്രസംഗം ഇദ്ദേഹം നടത്തുന്നത് 41-ാമത്തെ വയസ്സിലാണ്. ആ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 2008 സംഭവം. അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അത് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. 2009 അത് പുസ്തകമായിട്ട് ഇറങ്ങി, മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അത് അന്ത്യപ്രഭാഷണം എന്നാണ് അതിൻ്റെ പേര്. 2009 ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ട് അത് മാറി. അടുത്ത ഏതൊരു നിമിഷവും മരിച്ചു പോകാം എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കിന് വല്ലാത്ത ശക്തി ഉണ്ടാവും അല്ലേ? ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരായിരിക്കും എന്നറിയാം. നാളെ തൂക്കിലേറ്റപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു തടവ് പുള്ളിയായിരിക്കും. അയാൾക്കറിയാം നാളെ ഞാൻ മരിക്കുമെന്ന്. അയാൾക്ക് അയാളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലീസുകാരനോട് പോലും സ്നേഹം തോന്നും. അയാളെ ഇങ്ങനെ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരോട് പോലും അയാൾക്ക് സ്നേഹം തോന്നും. ആ രാത്രിയിൽ അയാൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളോടും അയാൾക്ക് സ്നേഹം തോന്നും. കാരണം അയാൾക്കറിയാം നാളെ ഞാനത് കേൾക്കൂലെന്ന്. അയാൾ പറയുന്ന ഓരോ വാക്കിനും അത്രയേറെ ഗൗരവം ഉണ്ടാവും. അതുകൊണ്ടാണ് വസിയത്തുകൾക്ക് ഇത്രയധികം ശക്തി ഉണ്ടാവുന്നത് അല്ലേ? മലയാളത്തിൽ വസിയത്ത് തന്നെയുള്ള പറയാ. EMSൻ്റെ വസിയത്ത് എന്നൊരു പുസ്തകം പോലും ഉണ്ട്. റോണ്ടി പോഷൻ്റെ വസിയത്തായിരുന്നു ശരിക്കും ആ പ്രസംഗം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ സഫലമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കലല്ല, വേറെ ഒരു മനുഷ്യൻ്റെയെങ്കിലും സ്വപ്നത്തിന് നമ്മളിങ്ങനെ കൂട്ടു നിൽക്കുന്നതിൻ്റെ മഹത്വമാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറയുന്നത്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം, തീർച്ചയായും എത്തണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മൾ എത്ര ജയിച്ച് കയറുമ്പോഴും തോറ്റ മനുഷ്യനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ദ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഭയങ്കര രസമുള്ള സിനിമയാണ്. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന 2 രോഗികളാണ്. ഒരാൾ നല്ല പണക്കാരനാണ്, ഒരാളൊരു പാവപ്പെട്ട ആളാണ്. ഈ പാവപ്പെട്ട ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കടലാസിൽ എന്തോ എഴുതിയിട്ട് ചവറ്റുകൊട്ടയിലേക്ക് ഇങ്ങനെ എറിയും. ആ പണക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം ആ പാവപ്പെട്ട ആളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ആ ചവറ്റുകൊട്ടയിലേക്ക് ഇയാൾ എഴുതി വലിച്ചെറിഞ്ഞത് ആ പേപ്പറുകൾ ഈ പണക്കാരനായ ആളിങ്ങനെ എടുത്ത് നോക്കി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പട്ടികയാണ്. ആ പാവപ്പെട്ട മനുഷ്യനെ അയാളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതാ. ഈ പണക്കാരൻ ആദ്യമായി എടുത്തു നോക്കിയ പേപ്പറിൽ എന്താ എഴുതി വെച്ചതെന്നറിയാം? ഒരു ബർഗർ കഴിക്കണം. അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു സ്വപ്നമാണ്, ഒരു ബർഗർ കഴിക്കണം. ആ ബർഗർ കഴിക്കാൻ അയാളെ സഹായിക്കലാണ് അപ്പോൾ ആ പണക്കാരൻ ചെയ്യേണ്ട ഒരേ ഒരു സേവനം. അതാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. മനുഷ്യൻ്റെ കൂടെ നിൽക്കലാണത്. പ്രത്യേകിച്ചും തോറ്റ മനുഷ്യൻ്റെ കൂടെ നിൽക്കലാണ്. ജയിച്ച മനുഷ്യൻ്റെ കൂടെ മാത്രമല്ല, ജയിച്ച മനുഷ്യൻ കൂടി തോറ്റ മനുഷ്യൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു മനുഷ്യത്വത്തിലേക്കുള്ള ഒരാളുടെ വളർച്ചയും വികാസവും. ഈ തരത്തിൽ മനുഷ്യനെ തിരിച്ചറിയുന്ന, മനുഷ്യരൊരുമിച്ചിരിക്കുന്ന ഓരോ ഇടങ്ങളും വർദ്ധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ